കനിയാണേലും ദിവ്യ ഒന്നും ഇവരൊക്കെ നമ്മുടെ കൂട്ടുകാരാണ്. ഇപ്പം 30 വർഷം കൂടിയിട്ടാണ് ഒരു ഇന്ത്യൻ ഫിലിം അവിടെ പോകുന്നത്. നമുക്ക് അവാർഡും കിട്ടി. ദിവ്യ ഒക്കെ നമ്മുടെ വളരെ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. കനി എപ്പോഴും പറയാറുണ്ട് ജിയോയുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ ഇപ്പം നമുക്ക് അങ്ങോട്ടും നിങ്ങളുടെ കൂടെ ഒന്ന് ജോലി ചെയ്യാൻ പറ്റുമോ? ഇന്ത്യൻ സിനിമ ഉള്ളിടത്തോളം കാലം അവർ അതിൻ്റെ ഹിസ്റ്ററിയുടെ ഭാഗമാണ്. ഞാൻ കനിയുടെ കൂടെ ജോലി ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കനിയുടെ 1-2 പെർഫോമൻസ് കണ്ടിട്ട്, അല്ലാതെ ക്യാൻസൽ അവർക്ക് അവാർഡ് കിട്ടുന്നതുകൊണ്ടല്ല. ചില ആൾക്കാരോട് നമുക്ക് വർക്ക് ചെയ്യണം തോന്നും, അത് അവരുടെ ഓൺലി ബിക്കോസ് ഓഫ് ടാലൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആ സിനിമയിൽ ഭാഗമാകേണ്ട ഒരാളായിരുന്നു. ആസ് ആൻ ആക്ടറായി കാസ്റ്റിംഗ് എന്തോ മാറിയതാണ്. അല്ലെങ്കിൽ ഞാനും കൂടെ ആ സിനിമയുടെ ഭാഗമായേനെ. അഭിനയിക്കാൻ വിളിച്ചിരുന്നു എന്നെ. പിന്നെ അതൊരു മലയാളി ക്യാരക്ടർ മാറി വേറെ എന്തോ ആയി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതെനിക്ക് വേറെ തരം നിരാശയുണ്ട്. കനി ആ ബാഗ് കൊണ്ടുപോയത് ആ ജനതയോടൊപ്പം നിന്നതിനെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു ഹ്യൂമാനിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. മനുഷ്യരുണ്ടല്ലോ ഇങ്ങനെയുള്ള ാകുന്ന ഒരാളെ നമുക്ക് ഒരു ഫിസിക്കലി പോയി സഹായിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, സമാധാനമായിട്ടിരിക്കൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയാൻ പറ്റുന്നത് ഒരിക്കലും ചെറിയ കാര്യമല്ല. ഇതിൽ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. കനിയെ ചെയ്തത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിൽ നിന്ന് പോയിട്ട് ഒരാളത് ചെയ്തെന്നുള്ളത് നമ്മുടെ വേറെ വലിയൊരു അഭിമാനമാണ്. നമുക്ക് മനുഷ്യരുണ്ടല്ലോ, ഇത്തരം മനുഷ്യരുണ്ടല്ലോ എന്നുള്ളത് കനി വീണ്ടും വീണ്ടും അത് കാണിച്ചു തന്നെന്നുള്ളത്. പക്ഷെ ആ കഥാപാത്രങ്ങൾ വെച്ചിട്ടും ജഡ്ജ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ കനി ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു നടിയെ നടനെയൊക്കെ ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു ഓഡിയൻസും നമുക്കിടയിലുണ്ട്. ജഡ്ജ് ചെയ്യരുത് എന്നാരെയും പോയി പഠിപ്പിക്കാൻ പറ്റില്ല. വിമർശിക്കുന്നവരോട് പോയി പണി നോക്കാൻ പറ. അല്ലെങ്കിൽ ഇതൊക്കെ ചൊറിയുമ്പോൾ കിട്ടുന്നൊരു സുഖമായിരിക്കും. ചൊറിയട്ടെ, ഇതൊക്കെ ആരെ ബാധിക്കാനാ? ഇപ്പം ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിന് എന്ത് ചെയ്യാനാ? ദിവ്യ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ജിയോ ചേട്ടാ ഇങ്ങനെ ടൈപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. പെണ്ണുങ്ങൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞൊരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടിയല്ലോ. ക്യാൻസൽ നിന്നാണ് നമുക്ക് മറുപടി. ലോകത്ത് മുഴുവനും കാണിച്ചുകൊണ്ടാണ് മറുപടി നമുക്ക് കിട്ടിയത്. ലോകം മുഴുവൻ നമ്മൾ പെൺപിള്ളേരെ കണ്ടു എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ മറുപടി ഉണ്ടായിക്കൊള്ളുമായിരിക്കും. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എന്നോടൊപ്പം ഉള്ള ഒരു സ്പെഷ്യൽ അതിഥിയാണ്. ആക്ടറാണ്, ഡയറക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ജിയോ ബേബി. ചേട്ടാ സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജിയോ ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ എന്നത്. അപ്പോൾ വളരെയധികം സന്തോഷം. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇപ്പോൾ മലയാളികൾക്ക് ഒരുപാട് പ്രണയം സമ്മാനിച്ച ഒരു ഡയറക്ടറാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രണയങ്ങൾ സമ്മാനിച്ച ഒരു ഡയറക്ടറാണ് ജിയോ ചേട്ടൻ. എടുത്തു പറയുകയാണെങ്കിൽ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്, അതേപോലെ കാതൽ, എല്ലാം ഡിഫറെൻറ്റ് പ്രണയങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് നമ്മുടെ പത്മരാജൻ സാറിൻ്റെ വൈഫിനോട് ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, സാറിന് എങ്ങനെയാണ് ഇത്രയും സ്ട്രോങ് സ്ത്രീ കഥാപാത്രങ്ങൾ എഴുതാൻ സാധിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും വൈഫ് പറയുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ അമ്മയാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ എന്ന്. അപ്പം ജിയോ സാറിൻ്റെ ഇതിൽ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേന് ഒരു സ്ട്രോങ് ക്യാരക്ടറിനെക്കാട്ടിലുപരി ആ ഒരു സ്ത്രീ കഥാപാത്രങ്ങൾക്ക് നല്ല സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ജിയോ ചേട്ടൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്താണ് ഈ ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ ഇത്രയും എഴുതുമ്പോഴത്തേക്കിന് ആരായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സമയം കഴിഞ്ഞ ഏകദേശം 9-10 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ത്രീ എന്ന് പറയുന്നത് എൻ്റെ പാർട്ണറാണ് ബീന. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവാൻ കാരണം ബീനയാണ്. അതായത് ബീന എന്ന് പറഞ്ഞാൽ ഞാനും ബീനയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ആ സിനിമ ഉണ്ടാവുന്നത്. അത് ബീനയുടെ കഥയല്ല, അതെൻ്റെ കഥയാണ്. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യേണ്ട വന്നപ്പോൾ ആണ് ആ സിനിമ ഉണ്ടാകുന്നത്. ഇപ്പം ആരാണെന്ന് ചോദിച്ചാൽ അതങ്ങനെ ഇപ്പോഴത്തെ കഴിഞ്ഞ 9-10 വർഷം അങ്ങനെയാണ്. ചെറുപ്പത്തിൽ നോക്കുമ്പോൾ അമ്മ ഞാനും ഒരേ ഏരിയയിൽ ഭയങ്കര ഫൈറ്റും വേറൊരു ഏരിയയിൽ ഭയങ്കര അടുപ്പമുള്ള മനുഷ്യരാണ്. അനീതിയുണ്ട്. ഇവരിലൂടെ ഒക്കെ നമ്മൾ കുറേയൊക്കെ പെണ്ണുങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ സിനിമയുണ്ട് 2 പെൺകുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 പിള്ളേരുടെ കഥയാണ്. അത് പറയുന്നതും ഇത് തന്നെ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം ബോയ്സിന് പറ്റുന്നുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം എൻ്റെ അനിയത്തി വീട്ടിൽ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള അതൊരു ക്രിയേറ്റീവായിട്ടുള്ള ഡിസ്കഷൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ എന്താ അങ്ങനെ ചെയ്താൽ എന്താ, വിസിലടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ ആലോചന വരുമ്പോൾ തൊട്ട് നമുക്ക് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ഒരു പെണ്ണുങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. പൊളിറ്റിക്കലായിട്ടൊന്നുമല്ല. എന്താ പെണ്ണുങ്ങൾക്ക് അങ്ങനെ പറ്റാത്തത്? ഇപ്പോൾ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു 2002-2003 എൻ്റെ ഡിഗ്രി പഠനം. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു കാലത്ത്, അതായത് 20 വർഷങ്ങൾക്ക് മുന്നേ ഒരു പെൺപിള്ളേർ ഒരു ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു ബജ്ജി കട അല്ലെങ്കിൽ ചില കടകൾ, ഇപ്പോൾ നമുക്ക് പെൺപിള്ളേർക്ക് പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് ചില കടകളുണ്ട്. ചില ഒരു പ്രീമിയം എന്നൊക്കെ നമ്മൾ വിളിക്കാവുന്ന അത്തരം കടകളിൽ അവർക്ക് പോകാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നല്ല ഫുഡ് കിട്ടുമെങ്കിലും ചില കടയിൽ പോകാൻ പറ്റില്ല, ഒരു ഷാപ്പിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഞാനൊക്കെ ജീവിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ഷാപ്പുകളൊക്കെ ഉണ്ട്.
ആണുങ്ങൾ കൂട്ടമായിട്ട് അവിടെ പോകും, ഉച്ചയ്ക്കാണെങ്കിലും കോളേജിൽ നിന്നാണെങ്കിലും പോകും. അപ്പോൾ പെൺപിള്ളേർക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. അവർക്ക് നമ്മൾ ചിലപ്പോൾ പാഴ്സൽ വാങ്ങിക്കൊടുക്കും വീട്ടിലാണെങ്കിലും ഒക്കെ. ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്, ഇതൊരു പ്രശ്നമാണെന്നുള്ള ഇതിൽ എന്താണ് ഇങ്ങനെ എന്ന് ആലോചിക്കുന്നുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൻ്റെ ആലോചന വന്നപ്പോൾ ആണ് അതിനൊരു കൃത്യമായിട്ട് അതിൻ്റെ ഒരു രാഷ്ട്രീയമൊക്കെ എനിക്ക് തന്നെ മനസ്സിലാകുന്നത്. ഞാൻ മനഃപൂർവ്വം അങ്ങനെ ഒരു സിനിമ ചെയ്തതല്ല, ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാനിങ്ങനെ പെണ്ണുങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന് ശേഷം എനിക്ക് ഒത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാനും ബീനയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ തന്നെ കുറേ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന സ്ത്രീകളിലൂടെ നമുക്ക് മാറ്റം ഉണ്ടാവും. നമ്മളൊരുമിച്ച് ജീവിച്ചാണല്ലോ പഠിക്കുക. നമുക്ക് സംഭവിക്കുന്ന പല കാര്യങ്ങളും എങ്ങനെ അവരെ അഫക്റ്റ് ചെയ്യുന്നു, അവർക്ക് സംഭവിക്കുന്ന പല കാര്യങ്ങളും എങ്ങനെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ പെണ്ണുങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് കുറേ മനസ്സിലാവും അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നു. ഇപ്പോൾ ഒരു പ്രേമം തുടങ്ങി തീർന്നു കഴിയുമ്പോൾ ഏത് സമയത്താണെങ്കിലും നമ്മൾ കുറേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മനസ്സിലാവും. പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും ആണുങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് മനസ്സിലാവും പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ. അതിലെ പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നു. നമ്മൾ അപ്പോൾ നമ്മളിങ്ങനെ ജീവിച്ച് വന്നു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉൾപ്പെടെ അങ്ങനെയൊക്കെ സിനിമ ചെയ്ത ഒരാൾ ഞാനെപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഞാൻ കാരണം ഒരു ആരും കരയരുതെന്ന്, ഒരു പെണ്ണ് കരയരുതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ വെറും വിചാരം. ഞാൻ കാരണം ഒന്നിലധികം സ്ത്രീകൾ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കരച്ചിലിനകത്ത് നമുക്ക് പിന്നെ ഇനിയും നമുക്ക് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ എന്താ ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ കാരണം ഒരാൾ വിഷമിക്കുമ്പോൾ നമ്മൾ അവരുടെ ഒരു ഇമോഷണൽ സൈഡ് ഇങ്ങനെയൊക്കെയാണല്ലേ എന്ന് മനസ്സിലാക്കുക. അതിപ്പോൾ എനിക്ക് 40 വയസ്സായി, ഇപ്പോഴും ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞാൻ കണ്ട സ്ത്രീകളിൽ നിന്നും ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള സ്ത്രീയിൽ നിന്നും ഒക്കെയാണ് അങ്ങനെ നമുക്ക്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ പെണ്ണുങ്ങളുടെ കഥാപാത്രം ആണുങ്ങളുടെ കഥാപാത്രം എല്ലാം കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ബീനയുടെ അടുത്ത്. കാരണം എനിക്ക് കൂടുതൽ സംസാരിക്കാൻ അടുത്തുള്ള ഒരാൾ ബീനയാണ്. സംസാരിക്കാൻ പറ്റുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഞങ്ങളിങ്ങനെ എല്ലാ കാര്യങ്ങളും ഭയങ്കര കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വഴക്കൊന്നും ഇല്ലാതെ പോകുന്ന അങ്ങനത്തെ മനുഷ്യരൊന്നുമല്ല. ഞങ്ങൾ ആശയപരമായ വ്യത്യാസങ്ങളുണ്ടാവും, ഐഡിയോളജി ക്രൈസിസ് ഉണ്ടാവും, ഇങ്ങനെ ആശയങ്ങൾ തമ്മിലുള്ള ഫൈറ്റൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് എല്ലാം പറയാം. അങ്ങനെയൊക്കെയുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ അത് വലിയൊരു ബീന ലൈഫിലുള്ളത് നമ്മുടെ ഒരു വുമൺ പേഴ്സ്പെക്റ്റീവ് മാറാൻ പല രീതിയിൽ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടനിപ്പോൾ ഇത്രയും സംസാരിച്ചതിനിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരിക്കൽ പോലും ഭാര്യ എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു ടേമാണ് യൂസ് ചെയ്യുന്നത്, പാർട്ട്ണർ എന്നുള്ളത്. അപ്പോൾ അതിനും ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യാലിറ്റി ഇല്ല, അല്ലെങ്കിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല അങ്ങനെ സംസാരിക്കുന്നത്? നമ്മൾ അങ്ങനെ ഒരു വാക്ക് ഇപ്പം ഞാൻ ഭാര്യയെന്ന് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അത് വാക്ക് ഇപ്പം ഭാര്യയെന്ന് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് ഉപയോഗിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി ഭയങ്കര റോങ് ആയിട്ട് പെരുമാറുന്നെങ്കിൽ ഈ വാക്കുകൾ കൊണ്ടൊന്നും ഒരു അർത്ഥമില്ല. നമ്മളിങ്ങനെ നമ്മളൊരു പാർട്ട്ണർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്ത സിനിമകളിൽ നിന്നൊക്കെ ഉണ്ടാക്കി, അല്ലാതെ ഇതൊരു വലിയൊരു ഭീകര മാറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാര്യ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അതിൻ്റെ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അതൊരു അധികാരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം ആ വാക്കിന് പ്രശ്നമുള്ള, അല്ലെങ്കിൽ എന്താ അതൊരു വേറൊരു തരത്തിൽ ഭാര്യ ഭർത്താവ് പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതെന്ത് വിളിക്കുന്നു എന്നുള്ളതിലൊന്നും വലിയ കാര്യമില്ല, എങ്ങനെ അവരോട് പെരുമാറുന്നു എന്നുള്ളതില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ പാർട്ണർ എന്നൊരു സ്ത്രീ വിളിച്ചിട്ട് ഇങ്ങോട്ട് മോശമായിട്ടാണ് പെരുമാറുന്നത്, അവർ തമ്മിലൊരു സിങ്കില്ലെങ്കിൽ എന്ത് വിളിച്ചാലും എന്താ തിരിച്ചങ്ങോട്ടും. ഇപ്പം ചേട്ടൻ്റെ റീസെന്റ് സിനിമയിലേക്ക് വരുമ്പോൾ മന്ദാകിനിയിലേക്ക് വരുമ്പോഴത്തേക്കിന് ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ട ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം ഇങ്ങനെ ഒരുപാട് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് പല സിനിമകളിലും സ്ത്രീ കഥാപാത്രങ്ങളില്ല. ഇപ്പം പറയുവാണെങ്കിൽ ആവേശത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിനെതിരെ ഉള്ളൊരു ട്രോളാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ മന്ദാകിനിയാണ്, അവിടെ കുറേ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ള ട്രോൾ വന്നിട്ടുണ്ട്. അത് ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുകയും സംസാരമായതാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേനും ശരിയാണ്, ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുള്ളൊരു എന്താണ് സിനിമയാണ് മന്ദാകിനി. അപ്പം ചേട്ടൻ്റെ റിവ്യൂ പോയിന്റ് എന്താണ് അതിൽ? അത് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ആവേശത്തിന് പകരം മന്ദാകിനിയെ വെക്കുകയല്ലേ. ആവേശം എന്ന് പറഞ്ഞ സിനിമ നമുക്ക് ആവശ്യമാണ്. ഞാൻ എൻജോയ് ചെയ്തൊരു പടമാണത്. മന്ദാകിനി കൃത്യസമയത്ത് നമുക്കൊരു ആൻസർ ഉണ്ടായി എന്നുള്ളത് വളരെ ശരിയാണ്. കാരണം നമ്മൾ വുമൺ ഇൻ സിനിമ എവിടെയാണ് പെണ്ണുങ്ങളും ചോദിക്കുന്ന ചോദ്യം വളരെ വളരെ ശ്രദ്ധേയമാണ്. ഒരു മന്ദാകിനി കൊണ്ട് തീരുന്നില്ല, പക്ഷെ നമുക്കൊരു മന്ദാകിനി ഉണ്ടായി. അത് ഈ ഒരു ചോദ്യം വന്ന് 2-3 ദിവസത്തിനുള്ളിൽ ഒരു സിനിമ റിലീസ് ആയി. അപ്പോൾ അതിൽ നമ്മളുള്ളതിന് വലിയ സന്തോഷമാണ്. ആ സിനിമ എന്താ പറയുക, ഒരു നമ്മൾ സ്ഥിരം കാണാത്ത തരത്തിലുള്ള ഒരു പെണ്ണുങ്ങളെ നമ്മൾ ആ സിനിമയിൽ കാണിച്ചു. പെണ്ണുങ്ങളുടെ ഒരു മാസ് പരിപാടികൾ ഭയങ്കര രസമായിട്ട് ആ സിനിമ പോയി. ആ സിനിമയ്ക്ക് ഇപ്പോൾ നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. നല്ലപോലെ ആൾക്കാർ സിനിമ കാണുന്നു, അഭിപ്രായങ്ങൾ പറയും. പേഴ്സണലായിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ആവേശം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്ത് മാത്രം ഇതാക്കില്ല. ആവേശത്തിനെ ഞാൻ ഭയങ്കരമായിട്ട് നോക്കുമ്പോൾ ആവേശം
അത് ഒരു അമ്മ എന്ന് പറഞ്ഞൊരു ഒരാളുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ബലം. ആ ബിബി എന്ന് പറഞ്ഞ ആളുടെ അമ്മയാണല്ലോ ഈ ഫഹദിൻ്റെ ക്യാരക്ടേഴ്സിനൊക്കെ മാറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ സ്ത്രീ പ്രാതിനിധ്യം ഇല്ല. നമ്മൾ സ്ത്രീ പ്രാതിനിധ്യം സിനിമയിൽ മാത്രമല്ല എല്ലാ ഏരിയയിലും ഇല്ല. അത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. സിനിമയിലെ ശരിയാക്കിയാൽ മൊത്തം ശരിയാകില്ല, മൊത്തം ശരിയാകുമ്പോൾ സിനിമയിൽ ശരിയാവുകയാണ് ചെയ്യുന്നത്. നമുക്ക് വുമൺ ഫിലിം മേക്കേഴ്സ് കുറവാണ്. വുമൺ സിനിമാറ്റോഗ്രാഫേഴ്സ് എത്ര പേരുണ്ട്? വുമൺ എഡിറ്റേഴ്സ് എത്ര പേരുണ്ട്? ഒരു ബീന പോളിന് ശേഷം എത്ര എഡിറ്ററുണ്ട് ഇവിടെ? ആർട്ട് ഡയറക്ടർ, ആവേശത്തിൻ്റെ ആർട്ട് ഡയറക്ടർ ഒരു സ്ത്രീയാണ് അല്ലേ? അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ആലോചിക്കണം. ഞാൻ പറഞ്ഞത് നമ്മൾ എന്താണ് ഇത്രയും കുറവ് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അത് സിനിമയുടെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റിൽ പെണ്ണുങ്ങൾ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പെണ്ണുങ്ങൾ മാത്രമുള്ളതുണ്ടാവും. ഈ പെണ്ണുങ്ങളും അല്ലെങ്കിൽ ഈ ആണുങ്ങളുടെ കൂടുതൽ കഥകൾ വരുന്നത് തന്നെ ആണുങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതിന് പണം മുടക്കുന്നത് നമുക്ക് എത്ര പെണ്ണുങ്ങൾ പ്രൊഡ്യൂസേഴ്സിനെ അറിയാം. മലയാളത്തിലേക്ക് നമുക്ക് പറയാൻ കുറച്ച് പേരുണ്ട് അല്ലേ? സാന്ദ്രയുണ്ട്, മറ്റേ നമ്മുടെ കുറേ പേരുണ്ട്. കുറേ പേരുണ്ട് എന്നുള്ളത് മാറ്റമാണ്. 5 വർഷം മുന്നേ 10 വർഷം മുന്നേ എടുത്ത് നോക്കുമ്പോൾ ഇത്രയും പേരില്ല. അത് മാറി മാറി വരുമ്പോൾ സിനിമയും ശരിയായിക്കോളും. അത് മാറ്റുക എന്നുള്ളത് എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ കളക്റ്റീവായിട്ടുള്ള പരിപാടിയാണ്. ഒരു സോഷ്യൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് അത് സംഭവിക്കുക. ഇപ്പം നമ്മൾ അങ്ങനെ ഒരു സിനിമ എടുത്തതിനെ കുറ്റപ്പെടുത്തുന്നതിൽ വലിയ അർത്ഥമില്ല. നമുക്ക് അവരെയും കൂടെ ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളത്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇത്രയും വുമൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമ ചെയ്യുമ്പോൾ എൻ്റെ ഡയറക്ഷൻ ടീമിൽ ഒരു പെങ്കൊച്ചു പോലും ഇല്ല. പക്ഷെ ഞാൻ കാതലിയുമ്പോൾ 2 പെൺപിള്ളേരുണ്ട് എൻ്റെ കൂടെ. അതിനെ 2 പേരുണ്ടോ എന്നുള്ളൊരു മഹത്തരമാക്കി ഞാൻ പറയല്ലേ. 2 പേരെങ്കിലും വെക്കാൻ പറ്റി നമുക്ക്. അതിന് ഇപ്പം സിനിമാറ്റോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പെൺപിള്ളേർ വരുന്നുണ്ട്. അതിനെയും പറട്ടെ. ഈ ഒരു പെങ്കൊച്ച് അഭിനയിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഡയറക്ഷൻ പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എത്ര പേരാണ് ഇതിന് പിന്നിൽ നിന്ന് വലിക്കുന്നത്? ഇത് സിനിമ വീട്, ഇഷ്ടമുള്ളൊരു കോഴ്സ് നമ്മുടെ വീട്ടിലെ പെൺപിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്കറിയാം. എനിക്ക് എത്രയോ പേരുടെ കാര്യം അറിയാം, കുറേ പേരുടെ കാര്യങ്ങൾ അറിയാം, പേഴ്സണലായിട്ട് തന്നെ അറിയാം. അത് നമ്മൾ പ്രോഗ്രസീവ് ഒക്കെ ആണെന്ന് വിചാരിക്കുന്ന മനുഷ്യരാണ് ഈ വീട്ടിലെ പെണ്ണുങ്ങളോട്, മക്കളോട്, ഭാര്യമാരോട് ഒക്കെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇപ്പം ഇതേ ക്വസ്റ്റ്യൻ ഒരു ഇന്റർവ്യൂവിൽ ഇപ്പം നിഖില ചേച്ചിയോട് ചോദിച്ചപ്പോഴത്തേന് നിഖില ചേച്ചിയോട് ചോദിച്ചു, അതായത് സ്ത്രീ കഥാപാത്രങ്ങളില്ല, അല്ലെങ്കിൽ ഈ സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങളില്ലെന്ന് പറയുമ്പോഴത്തേക്കും ചേച്ചി അതിന് വ്യക്തമായ ഒരു മറുപടി കൊടുക്കുന്നു. അതായത് വെറുതെ ഒരു സ്ത്രീയെ അവിടെ പ്ലേസ് ചെയ്യുന്നതിന് പകരം അതിനൊരു ശക്തമായിട്ടുള്ളൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ അത് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം അത് തന്നെയല്ലേ ശരി? അതായത് നമ്മൾ വെറുതെ ഇപ്പം ഒരു ആവശ്യത്തിന് വേണ്ടി, കാരണം ഒരു സമയത്ത് ഒരു ചർച്ചയുണ്ടായിരുന്നു, അതായത് സംവരണം വരണം, അതായത് ഒരു ജെൻഡർ ഇക്വാലിറ്റി, ഇന്ന ഒരു വിഭാഗത്തിന് സിനിമയിൽ ഉണ്ടാവണം, ഇന്ന വിഭാഗം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞൊരു ചർച്ച ഇടയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ സിനിമയിൽ ഇത് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് അവിടെ അതിന് വ്യക്തമായിട്ട് ആ കഥയ്ക്ക് ആ ഒരു സ്ത്രീ കഥാപാത്രത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പ്ലേസ് ചെയ്യുന്നതല്ലേ ഏറ്റവും ബെറ്റർ. അത് നിഖില പറഞ്ഞത് വളരെ ശരിയാണ്. അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ വേറൊരു തരത്തിലാലോചിക്കും. പെണ്ണുങ്ങളുടെ കാര്യം മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ LGBTQIA+ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ആലോചിക്കാം. അവരെപ്പോഴും പറയുന്നൊരു കാര്യമാണ് അവരുടെ കഥാപാത്രങ്ങൾ അവരിൽ നിന്ന് കാസ്റ്റ് ചെയ്യാത്തത് എന്താണെന്ന് ആ ചോദ്യം ശ്രദ്ധേയമാണ്. ഇവരിൽ നിന്ന് കാസ്റ്റ് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോൾ മലയാള സിനിമ എടുത്ത് നോക്കിയാൽ മലയാള സിനിമയിൽ എത്ര പേരുണ്ട് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവർ? ജോലി ചെയ്യാത്തതല്ല, അവർക്ക് വരാൻ അവസരങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്കൊരു പെണ്ണുങ്ങളെയും അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ എല്ലാം കാര്യം ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇവർക്കൊക്കെ ഇങ്ങോട്ട് വരാനും ജോലി ചെയ്യാനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതേ ആ ഒരു പ്രശ്നം സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അവർക്ക് സോഷ്യലി സമൂഹത്തിൽ ഒരു സാധാരണ ജീവിതമില്ല, പിന്നെ എങ്ങനെയാണ് സിനിമയിലുണ്ടാവുക അല്ലേ? അപ്പോൾ എറണാകുളം പോലെ ഒരു സിറ്റി എന്നൊക്കെ മാറി നിർത്തിയാൽ, കേരളം എന്ന് പറയുന്നത് 2-3 വലിയ സിറ്റികളല്ലല്ലോ. എത്ര പെൺകുട്ടികൾക്ക് തന്നെ ഇപ്പോൾ ഒരു സിനിമ കാണാൻ പറ്റും? ഒരു സെക്കൻഡ് ഷോയ്ക്ക് ഒരു സിനിമ കാണാൻ ഞാൻ പോവാണ്, ഞാൻ സെക്കൻഡ് ഷോ കണ്ടിട്ട് വരാമെന്ന് വളരെ സാധാരണമായിട്ടൊരു പയ്യനോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് പറയാൻ പറ്റുകയും പെൺകുട്ടി പറഞ്ഞാൽ അതെന്തോ ഒരു വലിയ അല്ലേ? അങ്ങനെ ആലോചിച്ച് നോക്കുക. അങ്ങനെ നമുക്ക് കേരളത്തിൽ പറയാൻ പറ്റുന്നില്ല. അതൊക്കെ നോർമലായി കഴിയുമ്പോൾ അതെങ്ങനെയാണ് നോർമലാക്കുക എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഓരോ പെൺകുട്ടികളും നിങ്ങൾ സ്വതന്ത്രരാകുമെന്ന് പറയുന്നത് അല്ലാതെ വേണ്ട, അതിന് സാമൂഹികമായ മാറ്റം ഉണ്ടാവണം വിദ്യാഭ്യാസത്തിലൂടെ. അല്ലാതെ ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ പെൺപിള്ളേരൊക്കെ മുമ്പോട്ട് വന്നിട്ടുണ്ടോ? അവർ വലിയ റിസ്ക്കും എഫോർട്ടും എടുത്തിട്ട് തന്നെ അവരവരുടെ പേരൻസിനെ ധിക്കരിച്ചും ബന്ധുക്കാരെയും മറ്റവരെയും കൂട്ടുകാരെ പോലും ഒക്കെ അവോയ്ഡ് ചെയ്തും ഒരുപാട് പെയിൻ എടുത്തിട്ടൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളിപ്പോൾ കുറേ പ്രൊഡ്യൂസേഴ്സിൻ്റെയും അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫിയോ എഡിറ്റർമാരുടെയൊക്കെ പേര്, ഡയറക്ടറൊക്കെ പേര് അവരൊന്നും വളരെ സിമ്പിളായിട്ട് വന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ആൺകുട്ടിക്ക് മുമ്പോട്ട് വരുന്നേക്കാൾ എന്തോരം തടസ്സങ്ങളാണുള്ളത്. അതൊക്കെ ശരിയായി കഴിയുമ്പോൾ ഇവിടെ ഇതൊക്കെ ശരിയാവും. അങ്ങനത്തെ പ്രശ്നം സിനിമയിലുണ്ട്, നമുക്കറിയാലോ. ലോകം മുഴുവനുണ്ട്.
ഇന്ത്യൻ സിനിമയിലോ കേരള സിനിമയിലോ ലോകത്തിൽ മുഴുവൻ ഒരു സിനിമേനെ എടുത്ത് അനലൈസ് ചെയ്തിട്ടുള്ള പഠനങ്ങൾ ഇവിടെ ഉണ്ട്. എത്രത്തോളം ഉണ്ട് സ്ത്രീ പ്രാതിനിധ്യം എന്നുള്ളത്? ഇല്ല, വളരെ കുറവാണ്. ഹോളിവുഡിലും ഇല്ല. അത് ഈ പാട്രിയാർക്കി എന്നൊക്കെ പറയുന്നത് അങ്ങോട്ട് ഒക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ആ ഒരു സിസ്റ്റം മാറി നമുക്കൊരു വേറൊരു തരം റിവേഴ്സ് കണ്ടീഷനിങ് വരണം. സിനിമ ലോകം ഉറ്റുനോക്കുന്ന ഒരു ഇൻഡസ്ട്രിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ. അപ്പം എനിക്ക് കൂടുതലും തോന്നിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ മലയാള സിനിമ കൂടുതലും കോണ്ടന്റ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ക്വാളിറ്റിയാണ് നോക്കുന്നത്. അല്ലെങ്കിൽ മറ്റു ഭാഷകളിലെ ആൾക്കാരാണെങ്കിൽ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾക്ക് പുറകെ പോകുമ്പോഴത്തേക്കിന് അവിടെ 30 കോടി 40 കോടി അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ കോണ്ടന്റും ക്വാളിറ്റിയും ഒക്കെയാണ്. അപ്പോൾ അത് തന്നെയല്ലേ നമ്മുടെ ഒരു സക്സസ് അല്ലെങ്കിൽ വിജയമായിട്ട് ജിയോ ചേട്ടന് തോന്നുന്നത്? അത് തന്നെ, കണ്ടന്റ് തന്നെയാണ് ഈ സിനിമകളെല്ലാം എടുത്താലും. നമ്മളിപ്പോൾ മന്ദാകിനി, ഗുരുവായൂരമ്പല നടയിൽ, അങ്ങനെ എല്ലാ സിനിമകളും നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ പുറത്ത് ചർച്ചയായ പടം മഞ്ഞുമൽ ബോയ്സ് ആണ്. അപ്പം ഞാൻ തമിഴ്നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ പോണ്ടിച്ചേരിയിലൊക്കെയുള്ള ലോക്കൽ തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട് കളിക്കുകയാണ് ആ സിനിമ. അപ്പോൾ കണ്ടന്റ് തന്നെയാണ് ഈ സിനിമകളെല്ലാം എടുത്താലും. എല്ലാ സിനിമകളും കണ്ടന്റ് മീൻസ് എങ്ങനെ മനുഷ്യരെ എൻ്റർടൈൻ ചെയ്യിക്കുക, മനുഷ്യരെ കണക്ട് ചെയ്യിപ്പിക്കുക ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വളരെ അഭിമാനകരമായ കാര്യമാണ്. ഇപ്പോൾ ഇത്രയും മാസങ്ങൾ കൊണ്ട് മലയാള സിനിമയുടെ ഒരു ബിസിനസ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അത് എല്ലാവർക്കും നല്ലതാണ്. നമുക്കിവിടെ നമുക്ക് എന്താ പറയുക, മൂലധനം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി സിനിമ എടുക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു സിനിമ ചെയ്യുന്നത് അത് നഷ്ടം സംഭവിക്കുമ്പോൾ പല രീതിയിൽ അത് എഫക്റ്റ് ചെയ്യും. നിർമ്മാതാവിനെ മാത്രമല്ല, ഒരുപാട് തരത്തിൽ അത് ബാധിക്കും പലരെയും. അപ്പോൾ നമ്മുടെ സിനിമകൾ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളത് ആൾക്കാർക്കും പ്രേക്ഷകർക്കും സിനിമ ഉണ്ടാക്കുന്നവർക്കും നിർമ്മാതാക്കൾക്കും ക്രിയേറ്റ് ചെയ്യുന്നവർക്കും എല്ലാം സന്തോഷിക്കേണ്ട ഒരു വിഷയം മാത്രമാണത്. ഇപ്പോൾ ഈ ഒരു അഭിമാനകരമായ നിമിഷം എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും അഭിമാനകരമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ കാൻ ഇന്ത്യൻ ഫെസ്റ്റിവലിൽ നമ്മളൊരു പടം അവിടെ പോയി അവർ സക്സസ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കനിക സുധി, ദിവ്യപ്രഭ, ആസിസ് ചേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു എൻട്രി കിട്ടുന്നതും അവിടെ ഫെസ്റ്റിവലിലേക്ക് പോകുന്നതൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഡയറക്ടർ എന്ന നിലയിൽ എത്രത്തോളം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്? അത് ഒന്ന് ഇവരൊക്കെ നമ്മുടെ കൂട്ടുകാരാണ്. കനിയാണേലും ദിവ്യ, പിന്നെ പായലിനെ എനിക്കറിയാം, എൻ്റെ ഡയറക്ടർ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്കിങ്ങനെ എന്നോടൊരാൾ ചോദിച്ചു ജിയോ എന്നാണ് ക്യാൻസിൽ പോവുക എന്ന് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. അതൊക്കെ ഇപ്പം 30 വർഷം കൂടിയിട്ടാണ് ഒരു ഇന്ത്യൻ ഫിലിം അവിടെ പോകുന്നത്. നമുക്ക് അവാർഡും കിട്ടി. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്കും ഒക്കെ ഉള്ളൊരു വലിയ അതിലത് നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആ സിനിമയിൽ ഭാഗമാകേണ്ട ഒരാളായിരുന്നു ആസ് ആൻ ആക്ടറായിട്ട്. ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു കാസ്റ്റിംഗ് എന്തോ മാറിയതാണ്, അല്ലെങ്കിൽ ഞാനും കൂടെ ആ സിനിമയുടെ ഭാഗമായേനെ. അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തോരം സന്തോഷം. കുറച്ച് കൂടി എന്നെ അഭിനയിക്കാൻ വിളിച്ചിരുന്നു എന്നെ. പിന്നെ അതൊരു മലയാളി ക്യാരക്ടർ മാറി വേറെ എന്തോ ആയി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതെനിക്ക് ഒരു വേറെ തരം നിരാശയുണ്ട്. ആ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയില്ല. ഇനി ക്യാൻസിൽ പോകുന്ന ഒരു ഇന്ത്യൻ സിനിമ ഉണ്ടാണെങ്കിൽ ചിലപ്പോൾ കുറേ നാൾ കഴിയുമായിരിക്കും. എന്താ ഇതൊക്കെ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമാകുന്ന അവരൊക്കെ നമ്മുടെ കൂട്ടുകാരാണ്. അവരോടൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് തന്നെ വലിയ കാര്യം. ഓക്കെ, ആ ഒരു കാൻ ഫിലിം ഫെസ്റ്റിവൽ ഇപ്പോൾ ഗ്രാൻഡ് ട്രൈ പുരസ്കാരം കിട്ടി. അപ്പം അവർക്കെല്ലാം നമുക്ക് ഈ ഒരു സമയത്ത് ഒരു എന്താ പറയുക ഓൾ ദ ബെസ്റ്റും ആശംസകളൊക്കെ പറയാൻ പറ്റും. അതായത് ഇനിയും സിനിമകൾ ഉണ്ടാക്കുക. ഇപ്പം പായലിനോടാണെങ്കിലും ഇപ്പം ദിവ്യ ഒക്കെ നമ്മുടെ വളരെ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. കനി എപ്പോഴും പറയാറുണ്ട് ജിയോയുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ ഇപ്പം നമുക്ക് അങ്ങോട്ട് നിങ്ങളുടെ കൂടെ ഒന്ന് ജോലി ചെയ്യാൻ പറ്റുമോ? അതാണ് ഇവരൊക്കെ ഗംഭീര ആക്ടേഴ്സാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മുടെ ഹൃദയത്തിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്റ്റോറികളായും പോസ്റ്റുകളായും കമൻറ്റുകളായും ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ പായലിനും എനിക്കറിയാവുന്ന പായലും, അല്ലെങ്കിൽ പായലിനെ നേരിട്ടറിയില്ല, പായലും ദിവ്യയും കനിയും ഒക്കെയാണ്. പിന്നെ അതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച 1-2 പേരൊക്കെ എനിക്കറിയാം. അതിൽ ഭാഗമാകാൻ പറ്റാത്തതിൻ്റെ നിരാശയോടുകൂടി വളരെ അഭിമാനത്തോടെ നിങ്ങളെയൊക്കെ ഓർക്കുന്നു, എന്നും ഓർക്കും. ഇന്ത്യൻ സിനിമ ഉള്ളിടത്തോളം കാലം അവർ അതിൻ്റെ ഹിസ്റ്ററിയുടെ ഭാഗമാണ്.
ചേട്ടാ ഞാൻ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചോട്ടെ. കാരണം ഇപ്പോൾ ഈ ഒരു സിനിമ അല്ലെങ്കിൽ അത്രയും ഒരു വലിയ സ്റ്റേജിൽ നിൽക്കുമ്പം പോലും അവിടെയും കുറേ വിമർശനങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു വേർതിരിവ് അവിടെ ഉണ്ട്. അതായത് അവിടെ 2 പെൺകുട്ടികളാണ് പോയിരിക്കുന്നത്. പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഞാൻ സോഷ്യൽ മീഡിയ കണ്ടത് 2 പേർക്കും 2 ലെവലിലാണ് അവർ നിർത്തിയിരിക്കുന്നത്. കാരണം അതെന്തിൻ്റെ ബേസിസിലാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇപ്പം ദിവ്യപ്രഭയാണെങ്കിലും കനിയാണെങ്കിലും അവർ 2 പേരെയും അവിടെ പോയത് ഒരേ കാര്യത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവർ 2 ഒരേ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ പോയിരിക്കുമ്പോഴത്തേനും ഒരു വേർതിരിവ് കനിക്കും ദിവ്യപ്രഭയ്ക്കും ഒരു വേർതിരിവ് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അവിടെ ഒരു വിമർശനം കനിക്ക് നേരെ വന്നത് ആള് കൊണ്ടുപോയിട്ട് ഒരു ബാഗിൻ്റെ ഒക്കെ ഒരു പേരിലാണ്, ഒരു തണ്ണീർമത്തൻ്റെ ഒരു ബാഗൊക്കെ ആയിട്ട് പോയിട്ട് ഒരു പ്രത്യേക വിഭാഗത്തെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെ ചേട്ടൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഏത് കാര്യത്തിലാണ് വിമർശിക്കുന്നത്? ഈ ഒരു നമ്മുടെ ഒരു ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിന്റെ ഒരു അതെ അതെ അതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുക, കനി ആ ബാഗ് കൊണ്ടുപോയത് ആ മനുഷ്യർക്കൊപ്പം നിന്നത്, ആ ജനതയോടൊപ്പം നിന്നതിനെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആ സിനിമ ആഘോഷിക്കുന്നതോടൊപ്പം ഞാൻ അതിൽ ഭയങ്കര കനി ചെയ്ത ആ ഒരു കാര്യത്തോട് കനിയുടെ കൂടെ നിൽക്കുക. അപ്പോഴാണ് നമുക്കൊരു ഹ്യൂമാനിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. മനുഷ്യരുണ്ടല്ലോ ഇങ്ങനെയുള്ള. ഇപ്പം നമ്മളിപ്പോൾ പോയിട്ട് ഒരു യുദ്ധത്തിൽ അപകടത്തിലാകുന്ന ഒരാളെ നമുക്ക് ഒരു ഫിസിക്കലി പോയി സഹായിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, സമാധാനമായിട്ടിരിക്കൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയാൻ പറ്റുന്നത് ഒരിക്കലും ചെറിയ കാര്യമല്ല. അതിൽ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. കനിയെ ചെയ്തത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഇന്ത്യയിൽ നിന്ന് പോയിട്ട് ഒരാളത് ചെയ്തെന്നുള്ളത് നമ്മുടെ വേറെ വലിയൊരു അഭിമാനമാണ്. അതൊരു എന്താ പറയുക, അത് അഭിമാനത്തിൻ്റെ ഒക്കെ അപ്പുറത്ത് നമുക്ക് മനുഷ്യരുണ്ടല്ലോ, ഇത്തരം മനുഷ്യരുണ്ടല്ലോ എന്നുള്ളത് കനി വീണ്ടും വീണ്ടും അത് കാണിച്ചു തന്നെന്നുള്ളത്. കാരണം ഇത്രയും വലിയൊരു പുരസ്കാരത്തിൻ്റെ ഒരു മുകളിൽ നിൽക്കുമ്പോഴും എനിക്കൊന്ന് പണ്ട് മുതലേ കനി സംസാരിച്ചു വരുന്ന വിഷയങ്ങൾ അത്തരത്തിലുള്ളതാണ്. കനിക്ക് വ്യക്തമായ നിലപാടുകളുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു പുരസ്കാരത്തിന് നിറവിൽ നിൽക്കുമ്പോഴും കനിയോട് എല്ലാവരും അല്ലെങ്കിൽ കനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ അത്രത്തോളം വലുതാണ്. അല്ലെങ്കിൽ ഇവളിങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ ഇവളിങ്ങനെ പറയൂ, അവൾ അങ്ങനെയാണ്. കാരണം ഇന്ത്യയിൽ നിന്നുള്ള രാജ്യത്ത് നിന്ന് പോയിട്ട് അവരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേന് നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ ചിന്താഗതി വ്യത്യസ്തമാണ്. അപ്പോൾ എപ്പോഴും വിമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് കനി. അപ്പോൾ കാരണം അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്, അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. നമ്മൾ ക്യാൻസിൽ 30 വർഷം കൂടി പോയി അവാർഡ് കിട്ടി, ഒരു പെങ്കൊച്ച് അവിടെ പോയി ഈ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ ബാഗിൻ്റെ മാറ്ററും അല്ലെങ്കിൽ ആ ജനതയോടൊപ്പം നിന്നു എന്നുള്ളത് മാത്രം നമ്മൾ സംസാരിച്ചാൽ മതി. വിമർശിക്കുന്നവരോട് പോയി പണി നോക്കാൻ പറ. നമുക്കൊക്കെ വേറെ പണികളുണ്ട്, അതിന് മറുപടി പറയലൊന്നും അല്ല. അവർക്ക് വേറെ പണികളൊന്നും ഇല്ലായിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ ചൊറിയുമ്പോൾ കിട്ടുന്നൊരു സുഖമായിരിക്കും. ചൊറിയട്ടെ, ഇതൊക്കെ ആരെ ബാധിക്കാനാ? ഇത്രേ ഉള്ളൂ. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ, കനിയാര് വിമർശിച്ചെന്നൊന്നും ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ലാത്തോണ്ടായിരിക്കും. എനിക്കറിയത്തില്ല, വിമർശിച്ചിട്ടുണ്ടെങ്കിൽ വരുമായിരിക്കും, സ്വാഭാവികം. നമ്മൾ ഇതിന്റെ കമന്റ് സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം. ഞാൻ പോയില്ല. കനികുസൃതിയിലേക്ക് വരുമ്പോഴത്തേന് ആള് ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് കഥാപാത്രങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഒരു നടിയെ സംബന്ധിച്ച് എക്സ്പ്ലോർ ചെയ്യാവുന്ന എല്ലാ മേഖലകളും ആൾ ചെയ്തിട്ടുണ്ട്, കഥാപാത്രങ്ങൾ. പക്ഷെ ആ കഥാപാത്രങ്ങൾ വെച്ചിട്ടും ജഡ്ജ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ കനി. അതായത് അവൾ മുമ്പ് ഇങ്ങനത്തെ കഥാപാത്രങ്ങളല്ല ചെയ്തത്, അതുകൊണ്ട് അവൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ കഥാപാത്രങ്ങളെ വെച്ചിട്ട് നമ്മൾ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു നടിയെ നടനെയൊക്കെ ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു ഓഡിയൻസും നമുക്കിടയിലുണ്ട്. അപ്പം അതിനെ എങ്ങനെയാണ് ജിയോ ചേട്ടൻ നോക്കിക്കാണുന്നത്? അതിപ്പം നമുക്കിപ്പോൾ അങ്ങനെ ജഡ്ജ് ചെയ്യരുത് എന്നാരെയും പോയി പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ സിനിമകൾ കണ്ടിട്ട് ഇയാൾ ഇങ്ങനെ ഒരു മനുഷ്യനാണ്, ഇപ്പോൾ ചുരുമ്പസിനെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. അയ്യോ ജിയോ എനിക്ക് എപ്പോഴും ചിരിക്കാനും തമാശ പറയാനും അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര രസമായിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. നമ്മൾ അങ്ങനെയൊക്കെ തന്നെ ജീവിക്കുന്നതും, അല്ലാതെ ഭയങ്കര സീരിയസ് ആയിട്ട് എപ്പോഴും പൊളിറ്റിക്സ്, അന്താരാഷ്ട്ര അതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ അത്തരം കാര്യം ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിന് എന്ത് ചെയ്യാനാണ്? ഇപ്പം കനിയാണെങ്കിലും ദിവ്യയാണെങ്കിലും, ദിവ്യ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ജിയോ ചേട്ടാ ഇങ്ങനെ ടൈപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് അവരെ വിളിക്കുന്നത് വീണ്ടും അങ്ങനെ. അപ്പോൾ ഇപ്പോൾ അവരിപ്പോൾ ക്യാൻസലിൽ നിൽക്കുമ്പോഴും എന്താ പറയുക, അവരെ ഇനി അത്തരം സിനിമകളാണ് അല്ല. അവരൊക്കെ ഞാൻ കനിയുടെ കൂടെ ജോലി ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കനിയുടെ 1-2 പെർഫോമൻസ് കണ്ടിട്ട്, അല്ലാതെ ക്യാൻസൽ അവർക്ക് അവാർഡ് കിട്ടുന്നതുകൊണ്ടല്ല. എനിക്ക് കനിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പക്ഷേ കൊതിയായി. അത് എന്തൊരു ഗംഭീര ആക്ടറാണ് അവർ, ഭയങ്കര ആക്ടറാണ്. ദിവ്യയോടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കറിയാം ദിവ്യയുടെ ഒരു പൊട്ടൻഷ്യൽ എന്താണ്. അപ്പം അങ്ങനെ അവർക്കങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ഇതുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും അങ്ങനെയല്ല. ചില ആൾക്കാരോട് നമുക്ക് വർക്ക് ചെയ്യണം തോന്നും, അത് അവരുടെ ഓൺലി ബിക്കോസ് ഓഫ് ടാലൻ്റ് ആണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ ടൈപ്പ് ചെയ്യപ്പെടത്തെ അവർ വേറെ ആൾക്കാർ പറഞ്ഞ് ടൈപ്പ് ചെയ്യപ്പെടുന്നില്ല, എന്താ ഒന്നും ചെയ്യാനില്ല, അത് അവർ തന്നെ പ്രൂവ് ചെയ്യും.
അപ്പം മലയാളത്തിലെ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞൊരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടിയല്ലോ. ക്യാൻസറിൽ നിന്നാണ് നമുക്ക് മറുപടി. ലോകത്ത് മുഴുവനും കാണിച്ചുകൊണ്ടാണ് മറുപടി നമുക്ക് കിട്ടിയത്. ലോകം മുഴുവൻ നമ്മൾ പെൺപിള്ളേരെ കണ്ടു എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ മറുപടി ഉണ്ടായിക്കൊള്ളുമായിരിക്കും.